സെഷൻ ഉടൻ തന്നെ തുടങ്ങും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന് മുന്നോടിയായിട്ടുള്ള സ്വാഗത പ്രസംഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എക്സൈസ് മന്ത്രി എം ലിജു ആണ് അദ്ദേഹത്തെ നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് ഔദ്യോഗികമായി തുടക്കം കുറിക്കാൻ പോകുന്നു, തിരി തെളിയാൻ പോകുന്നു. നെഹ്റു പവലിയനിലെ ജലമേളയ്ക്ക് തിരി തെളിച്ചുകൊണ്ട് ആണ് ജലമേള തുടക്കം കുറിക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, ഒപ്പം തന്നെ കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, എം ലിജു അടക്കമുള്ള വിവിധ മന്ത്രിമാരും എം പിമാരും അടക്കമുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ അണിനിരന്നിട്ടുണ്ട്. ഇത് മുഖ്യമന്ത്രി തിരിതെളിക്കുന്നു. മുഖ്യമന്ത്രിയും കർണാടക മുഖ്യമന്ത്രിയും ചേർന്നുകൊണ്ട് ആലപ്പുഴയിലെ 72ാമത് നെഹ്റു ട്രോഫി ജലമേള, കേരളത്തിന്റെ മാത്രം പ്രത്യേകതയായ നെഹ്റു ട്രോഫി ജലമേള വള്ളംകളി കായിക മാമാങ്കത്തിന് തുടക്കം കുറിക്കുകയാണ്. തെളിക്കുന്ന ദൃശ്യങ്ങൾ ആണ് മുഖ്യമന്ത്രി ഇപ്പോൾ അതെ ഔദ്യോഗികമായി തിരിതെളിച്ചിരിക്കുന്നു. ഇനി മാസ് ഡ്രില്ലാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട മുഖ്യ അതിഥികളെല്ലാം കൂടി ഒന്നിച്ചു ചേർന്ന് നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് ആവേശകരമായ തുടക്കം കുറിക്കുന്ന സമയമാണ് ഇത്. പക്ഷെ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായ കേരള മുഖ്യമന്ത്രി ഈ ഒരു ജലമേളയ്ക്ക് ആലപ്പുഴയിലെത്തുന്നത്. പലതവണ മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ആലപ്പുഴയിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തി ജലമേള കർണാടക മുഖ്യമന്ത്രിയോടൊപ്പം ചേർന്ന് നമ്മുടെ ആ ജലമേള ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. മാസ് ഡ്രില്ലിന് വേണ്ടി അണിനിരക്കുന്നതിന് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് കൂടി വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. വള്ളങ്ങൾ നിരന്നു കഴിഞ്ഞിട്ടുണ്ട്. മുഴുവൻ പേരും എത്തിയിട്ടില്ല. ഇപ്പോഴും ചില വള്ളങ്ങളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഉദ്ഘാടന സെഷൻ കഴിഞ്ഞു. ഈ ഉടൻ തന്നെ മാസ് ഡ്രിൽ ആരംഭിക്കുന്നതാണ്. നമുക്ക് ഫിനിഷിംഗ് ലൈനിൽ സ്റ്റാർട്ടിംഗ് ലൈനിൽ ചിറ മുറിക്കുന്ന ഭാഗത്തിനടുത്ത് വീണ്ടും വള്ളങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. 21 വള്ളങ്ങളും എത്തിയിട്ടില്ല എന്ന് വേണം കരുതാൻ. മൊത്തം വള്ളങ്ങളും അതെ പുതിയ ആയാപറമ്പ് പാണ്ടി മാസ്ഡ്രില്ലിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ചിറമുറിയുന്ന ഭാഗത്തു നിന്നും ഒരു വള്ളം അവിടെ നിന്നും നമുക്ക് ദൃശ്യങ്ങൾ കാണാനാകും. അതും എത്തിക്കൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. പ്രോത്സാഹനം നൽകുന്ന പ്രിയപ്പെട്ടവരെ, ഇത് ഒരു ചരിത്ര മുഹൂർത്തമാണ്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ 72ാമത് പ്രാവശ്യം ഇത് നടക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് നെഹ്റു ട്രോഫി. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന യുഗപ്രഭാവനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നാമധേയത്തിലുള്ള ഈ ട്രോഫിക്ക് വേണ്ടി ഈ കായലിൽ നടക്കുന്ന ആവേശകരമായ ഒരു മത്സരമാണ്. പണ്ഡിറ്റ് നെഹ്റു ഇവിടെ വന്ന് ആവേശപൂർവ്വം ഈ വള്ളംകളി കണ്ടിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം 2 ആഴ്ച കൂടുമ്പോൾ ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതുമായിരുന്നു. 1953 ജനുവരി 4-ാം തീയതി അദ്ദേഹം ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും ഒരു കത്തെഴുതി. ആ കത്തിൽ ഈ വള്ളംകളിയിൽ അദ്ദേഹം പങ്കെടുത്തതും വലിയ സ്നേക്ക് ബോട്ട്, നീളത്തിലുള്ള ഒരു ബോട്ട്, കേരളത്തിൽ മാത്രം കാണുന്ന ഈ ബോട്ടിൽ 100-ലധികം ആളുകൾ തുഴക്കാരായി ഉള്ളത്, അതിന് നടുവിൽ കുറെ പേർ നിന്ന് അവർക്ക് ആവേശം പകർന്നു കൊടുക്കുന്നത്, പാട്ടുകൾ പാടുന്നത്, ഈ മത്സരത്തെ മുഴുവൻ ആവേശഭരിതമാക്കുന്നത് അദ്ദേഹം വികാരനിർഭരമായ വാക്കുകളിലൂടെയാണ് ഇന്ത്യയിലെ മുഴുവൻ മുഖ്യമന്ത്രിമാരെയും അറിയിച്ചത്. അങ്ങനെ ചരിത്രത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ ഈ മത്സരം എല്ലാവരും ഒന്നിച്ചു കൂടാനുള്ള, ഓണാഘോഷങ്ങളോടനുബന്ധിച്ച് മലയാളികൾ എല്ലാവരും ഒന്നിച്ചു കൂടാനുള്ള ഈ അതിമനോഹരമായ മുഹൂർത്തത്തിൽ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഈ ആവേശകരമായ മത്സരം ഈ കായലിൽ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ബഹുമാന്യനായ മുഖ്യമന്ത്രി. ഇപ്പോൾ നിങ്ങൾ ഏവരും കാത്തിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം, കേരളീയർക്ക് ഏറെ സുപരിചിതനായ, കേരളക്കാർക്കെല്ലാം അറിയുന്ന ബഹുമാന്യനായ കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഡി കെ ശിവകുമാർ നിങ്ങളോട് സംസാരിക്കും. I respectfully invite Sri D.K. Shivakumar
Honorable Chief Minister of Karnataka to address 72nd Nehru Trophy boat race. ഓണം അശുശേഷങ്ങളും എല്ലാവർക്കും നമസ്കാരം. I am very happy to be here today on the invitation of the Kerala government. My Honorable Chief Minister Mr. Satishan is here. Our leader Mr. K.C. Venugopalan is here. Ramesh Chinitala ji, Shanili ji, Deputy Speaker Kodikal Suresh, our Minister Vishwanathan, Riju, and all the important leaders who are here. I am very happy to be a part of this great event, a historic event where our great leader Pandit Jawaharlal Nehru took up this great cause and gave a big message to the nation. I always tell this Congress strength, this country's strength. Whenever the Congress party is in power, it has proved, it has encouraged every section of the society. Today, the youths of this entire state is being celebrated on this great event. So like how we celebrated Dasra in Mysore, the same way we have been doing it. So I am very happy. I think in the last Bharat Jodo Yatra also, Shri Rahul Gandhi came here. He also participated with all the youths and gave a big boost to this great event.